ജലാലുദ്ദീൻ റൂമി എന്ന് പറഞ്ഞിട്ടൊരു കവിയുണ്ട്. പുള്ളിക്കാരൻ്റെ ഭയങ്കര പ്രശസ്തമായ ഒരു വരികളുണ്ട്. അതിങ്ങനെയാണ്, എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നമ്മളെപ്പറ്റി വളരെ നല്ല കാര്യങ്ങൾ പറയും, പക്ഷെ അത് നമ്മൾ മരിക്കണമെന്ന് മാത്രം. ഇതാണ് ആ വരികൾ. വരികൾ ഇപ്പോൾ പറയാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ 2 കല്യാണത്തിൻ്റെ വീഡിയോസ് കണ്ട്. അതിൻ്റെ അകത്തിൽ ഈ വരി പറയാൻ കാരണം രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ ഇതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഒരു പ്യുവറായിട്ടുള്ളൊരു ലവ്, അങ്ങനെ ഭയങ്കര ഒരു സന്തോഷം തോന്നി. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ പൈസ കൊടുത്ത് കല്യാണത്തിന് വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാൾക്ക് അത് അറിയോ ഇല്ലയെന്ന് അറിയില്ല, പക്ഷെ അയാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് കോമാളി വേഷം കെട്ടിച്ചിങ്ങായിട്ട് ആൾക്കാരെ മുന്നിൽ ചർച്ചയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂട്ടുകാരനൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. അയാളെ കല്യാണത്തിന് പൈസ കൊടുത്ത് വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാളെ മാനസികമായിട്ടും ശാരീരികമായിട്ട് പീഡിപ്പിച്ച് അയാളെ റോട്ടിൽ കൂടെ ഓടിക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോയ്ക്ക് ഒരു കോമഡി മ്യൂസിക്കൊക്കെ ഇട്ടുങ്ങായിട്ട് ചിരിക്കുകയാണ്. അതായത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് സ്വയം സന്തോഷം കണ്ടെത്താൻ നോക്കുന്ന കുറേ ആൾക്കാർ. അങ്ങനെ ഒരു കല്യാണം. ഈ ഒരു സാഡിസ്റ്റ് ചിന്താഗതി ഉണ്ടല്ലോ, മറ്റുള്ളവർ വേദനിക്കണ കണ്ടിട്ട് സന്തോഷിക്കുന്ന, ഇതൊരിക്കലും ഒരാൾക്ക് ജന്മനാ കിട്ടുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ സ്വഭാവത്തിൽ നിന്ന് വരുന്നതോ ഒന്നുമല്ല. ഇത് നമ്മളതിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്. അതായത് അത് എന്താ പറയുക, നമ്മളതിനെ ട്രെയിൻ ചെയ്തെടുത്ത പോലെ നമുക്കത് നോർമലൈസ്ഡ് ആക്കിയിട്ട് നമ്മളെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ള സിനിമകളും കോമഡി ഷോകളും ഇതിൽ കൂടെ ഒക്കെ നമ്മളത് നോർമലൈസ് ആക്കി. അതായത് ഒരാളെ കളിയാക്കിയിട്ട് അല്ലെങ്കിൽ ഒരാളെ വേദനിപ്പിച്ചിട്ട് ബോഡി ഷെയിം ചെയ്തിട്ടൊക്കെ സന്തോഷിക്കുക, ചിരിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ ആളാവുക, ഇതൊക്കെ നമ്മളെ നോർമലൈസ്ഡ് ആയി. ഇതിനൊക്കെ കാരണങ്ങളായിട്ടുള്ള സിനിമകളും സീരിയലുകളൊക്കെ ഉണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. തെറി എഴുതാനുള്ളവരൊക്കെ തെറി എഴുതിയൊക്കെ കാത്തിരുന്നോ, അടുത്തന്നെ വരും.